ഇന്ന് കൊടുവള്ളിയിലെ ആഷിഖ് എന്ന് പറയുന്ന ഒരു മകൻ ഉമ്മയെ വെട്ടിക്കൊല്ലുമ്പോൾ ആ ആഷിഖ് പറഞ്ഞൊരു വാചകം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണിത് എന്ന് പറഞ്ഞാണ് ആ ഉമ്മയുടെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുന്നത്. ആ ഷഫീഖ് 12 വർഷമായി ലഹരിക്കടിമയായിരുന്നു. പല വീടുകളിൽ പോയി തൊഴിൽ ചെയ്ത മകനെ പോറ്റി വളർത്തിയ ഉമ്മയ്ക്ക് ആ മകൻ കൊടുത്ത സമ്മാനമായിരുന്നു ആ വെട്ട്. ആ ഉമ്മ മരിച്ചുപോയി. നമ്മൾ ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത കേട്ടത്. ചേന്ദമംഗലത്ത് ഇതേപോലെ തൊട്ടയൽവാസികളെ കൊലപ്പെടുത്തിയ വാർത്തയും ഞെട്ടലോടെ കേട്ടു. നമ്മുടെ ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ 15 മുതൽ 20% വരെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അടിവേരറിക്കാൻ നമ്മൾ ഒരുമിച്ച് നിന്നേ ഈ സാധ്യമാവൂ. റിപ്പോർട്ടറിൻ്റെ ഈ ലഹരി വിരുദ്ധ ക്ലബിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ പോകുന്നു. അതിൻ്റെ പ്രൊമോ വീഡിയോ പ്രേക്ഷകർക്ക് കാണാം. നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക്, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് റിപ്പോർട്ടർ TV നിങ്ങളുടെ സഹായത്തോടെയും സഹകരണത്തോടെയും ഈ ലഹരി വിരുദ്ധ ക്ലബിനെയും റിപ്പോർട്ടർ സ്റ്റുഡൻസ് ആർമിയെയും എത്തിക്കുകയാണ്. ലെറ്റ്സ് ഗോ. സ്കൂൾ തലത്തിൽ ലഹരിക്കെതിരെ പ്രതിരോധ സേന തീർക്കാൻ റിപ്പോർട്ടർ സ്റ്റുഡൻസ് ആർമി. ജീവിതമാണ് ലഹരി എന്ന മഹാസന്ദേശം വിദ്യാർത്ഥികൾക്കിടയിൽ പകരാനും ലഹരിക്കെതിരെ ഭാവി തലമുറയെ പോരാളികളാക്കാനും റിപ്പോർട്ടർ ഇവിടെ തുടക്കം കുറിക്കുന്നു. മയക്കുമരുന്ന് മഹാമാരിക്കെതിരെ വീറോടെ നേരിടാനും ജാഗ്രതയോടെ മുന്നേറാനും റിപ്പോർട്ടറിന്റെ തുറന്ന പോരാട്ടം. ഓരോ വിദ്യാലയങ്ങളിലും പരക്കട്ടെ ജീവിതമാണ് ലഹരി എന്ന മഹാസന്ദേശം. റിപ്പോർട്ടർ സ്റ്റുഡൻസ് ആർമി. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട.